ബ്രോ നൈസായിട്ട് വയറ്റി കിടന്നോട്ടോ. നിനക്ക് കൂട്ടായിട്ട് ഒരു എമ്മണ്ടം സാധനം വരുന്നുണ്ട്. എൻ്റെ പൊന്നച്ചായ നമ്മൾ കമ്പനി കൂടാൻ പോണല്ലോ. അതിന് മുന്നേ എങ്ങനെ തുടങ്ങി എങ്ങനെയാ? അത് കാര്യമില്ലട ലോറൻസ്. ഇവരെങ്ങനെ മാറ്റി നിർത്തിയാൽ ഇവർ വിഷമാവില്ലേ? മാത്രമല്ല ഇന്നലെ രാത്രി ഇവരായിരുന്നു എൻ്റെ കൂട്ട്. അതിൻ്റെ റെസ്പെക്റ്റ് കാണിക്കട്ടെ. അച്ചായൻ രാജേഷ് പറഞ്ഞത് മറന്നാ? അവൻ വന്നിട്ട് കഴിക്കാന്നല്ലേ പറഞ്ഞത്. ഇത് നിങ്ങളെല്ലാവരും കൂടി അവനോട് പറയണ്ട. ആ ഞങ്ങളത് പറഞ്ഞു എന്ന് മാത്രം. ഉപ്പ് കുറച്ച് കുറവുള്ളതില്ലേ? ഉപ്പും ഇളവൊക്കെ പാകത്തിനുണ്ട്. അച്ചായൻ അവിടെ ചെന്നിരുന്നേ. ഓ ഓ ഓ ഓ അച്ചായോ കുറെ നേരം അവൻ കുറുങ്ങാൻ തുടങ്ങിയിട്ട് ഒന്നും വന്ന് സഹായിക്കാൻ പറയുന്നേ. കെട്ടിപ്പിടിച്ചു നടന്നില്ല എങ്കിലും ഒട്ടിയിരുന്നു മനസ്സ് രണ്ടും. അവൻ കുറുങ്ങട്ടാ. അവൻ നമ്മുടെ ആസ്ഥാന ഗായകനല്ലേ. ഹായ് മച്ചാൻ, സാധനം റെഡി. ജയ മതിയടാ ഈ വന്നേ. എന്തടാ വൈകി? എടത്ത് സാധനം ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ശരിയാക്കിയില്ല. പിന്നെ നമ്മുടെ സൈനുത്തില്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് സാധനം റെഡി ചെയ്തു. സാധനം കിട്ടില്ലേ? അത് മതി. ഓംപ്ലേറ്റ് റെഡി, ചിക്കൻ റെഡി, സലാഡ് റെഡി. അപ്പോ അജയന്റെ പാട്ടോട് കൂടിയിട്ട് പാർട്ടിയാണ് തുടങ്ങി. പാട്ടൊക്കെ ഞാൻ പാടാം, പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ അച്ചായൻ കൊളാക്കരുത്. 2 എണ്ണം വിട്ട് കഴിഞ്ഞാൽ അച്ചായന്റെ സ്വഭാവം അറിയാലോ. ഇപ്രാവശ്യം ഞാൻ പെർഫെക്റ്റാ. എന്നാ പ്രോമിസ് ചെയ്യും. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ പാക്കനാരുടെ വട്ടമുടിയിൽ നാടാടു പാമ്പേ പാക്കനാരുടെ വട്ടമുടിയിൽ നാടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ. ഇനി ഞാനിവിടെ ഒരു ടാസ്കാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. എന്തായി? എന്ത് ടാസ്ക്? ഞാൻ പറയാൻ പോണത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. എന്നാ പറയ്, കഴിഞ്ഞ വെള്ളിയാഴ്ച പോലെ ആവരുതിട്ടാ. പറയാം, പക്ഷെ നിങ്ങളെല്ലാവരും എനിക്കൊരു ഉറപ്പ് തരണം. എന്തുറപ്പ്? അച്ചായത് എന്താ ഈ പറയണേ? അച്ചായൻ ശരിക്ക് ഫിറ്റായിട്ടാ. അച്ചായ ഉറപ്പൊക്കെ തരാം. കുറുപ്പിന്റെ ഉറപ്പായിരിക്കും. നമ്മൾ നമ്മുടെ ഭാര്യമാരെ ഫോളോ ചെയ്യുന്നു. അച്ചായ എന്ത് മണ്ടത്തര പറയണേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. പറയാടെ, തിരക്ക് കൂട്ടല്ലേ. ഇനിയിപ്പോ എന്ത് പുലിവാലാണാവോ ഉണ്ടാവാൻ പോണ്. ഒന്ന് വേഗം പറയാ അച്ചായ. നമ്മൾ നമ്മുടെ ഭാര്യമാരെ പ്രേമിക്കുന്നു. ഇങ്ങേരൊരു കാര്യം അടുത്ത പെഗ് വെച്ചേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അച്ചായനൊന്നും പറയണ്ട, വെറുതെ സമയം കളയാൻ വേണ്ടിട്ട്. നമുക്ക് 2 എണ്ണം അടിച്ചെടുത്ത് പാട്ട് തുടങ്ങിയല്ലോ അല്ലേ? നിർത്തടാ.
അച്ചായനെ കൊണ്ട് തോറ്റു. നിങ്ങളൊന്നും പറയണ്ട. എന്നാ പറയച്ചായ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താണാവോ? ഇതെൻ്റെ ഒരു പഴയ വാട്സപ്പ് നമ്പറാണ്. ഇതിൽ നിന്നും നമ്മുടെ ഭാര്യമാർക്ക് ശബ്ദം മാറ്റി വിളിക്കുന്നു. ഒരു അജ്ഞാത കാമുകനായി. അച്ചായന് ശരിക്കും വട്ടായി തോന്നുന്നുട്ടാ. അത് വട്ട് തന്നെ. ഈ വട്ടിനെ ഒരു നേരം പോക്കായി കണ്ടാൽ മതി. ഈ വയസ്സാം കാലത്ത് ഇത് വേണോ അച്ചായ? വയസ്സ് ശരീരത്തിനല്ലേ, മനസ്സിനല്ലല്ലോ. തുടങ്ങി സാഹിത്യം. രാജേഷേ, ഈ ഫോണെടുത്ത് എൻ്റെ വീട്ടിൽ എന്താ വിളിച്ചേ? അത് വേണം അച്ചായ. വേണം. ദാ, അച്ചായ. നീ അവിടെ എന്തെടുക്കുക? എത്ര നേരമായി ഞാൻ വിളിക്കണു? ഒന്നും പറയണ്ട അച്ചായ. ഒരു ഞരമ്പ് രോഗി കുറേ ദിവസമായി വിളിച്ച് ശല്യം ചെയ്യുന്നു. ഞാൻ അവന് കണക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നീ അവനെ നല്ല തെറി വിളിച്ചിട്ടുണ്ടാവൂലേ? പിന്നല്ലാതെ. അച്ചായ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഏയ്, ഇവിടെ വിശേഷങ്ങളൊന്നുമില്ല. ശരി, എന്നാ ഫോൺ വെച്ചോ. ഡാ അജയ, നീ നിന്റെ ഭാര്യയ്ക്കൊന്നാ വിളിച്ചേ? ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചോളൂ അച്ചായ. നിന്റെ ശബ്ദത്തിലല്ല, അജ്ഞാത കാമുകന്റെ ശബ്ദത്തിൽ. അത് ശരിയാവില്ല അച്ചായ. പ്രേമിച്ച് കല്യാണം അയച്ചാൽ നിനക്ക് സംസാരിക്കാറില്ല എന്നാ? നീ വിളിക്കടാ. കുറച്ച് സാഹിത്യം ചേർത്ത് അങ്ങോട്ട് വിളിച്ചാ മതി. ഹലോ ഹലോ, ആരാ? ഹലോ, ചോദിച്ചായിട്ടില്ലേ? ഹലോ. എന്നെ എത്ര വേഗം മറന്നോ? അതിന് മറക്കാൻ മാത്രം ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ആരാ നിങ്ങള്? നീ ആളാകെ മാറി. നിങ്ങൾ ആരാ? എവിടെ നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടിയത്? അതൊക്കെ പറയാം. തനിക്ക് സുഖാണോ? എന്റെ സുഖം ദുഃഖം അന്വേഷിക്കാൻ താനാരാ? എവിടെ എനിക്ക് നമ്പർ കിട്ടിയത്? ഓരോരോ മോഷണങ്ങൾ വന്നോളൂ. ആവും, ആശ്വാസായി. അവളെന്റെ ശബ്ദം തിരിച്ചറിഞ്ഞില്ലല്ലോ. എന്റെ ഭാര്യനെ വിളിച്ച അവളുടെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നൊരാളും അവളെ വിളിക്കില്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ സേഫാ. എന്റെ ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ. ആ ലോറൻസേ, നീ എപ്പോ ചോദിച്ചോ? അതാണ് അതിന്റെ ശരി. ആ ചിക്കന് സലാഡ് എടുത്തേ. ആ, ഞാനത് മറന്നു. അജയ് കഴിഞ്ഞ ആഴ്ചയല്ലേ അവൾക്ക് ഫോൺ ചെയ്തത്? അവൾ ഇതിന് കട്ട് ചെയ്തില്ലേ? പിന്നെ എന്തിനാ അവള് വീണ്ടും മെസ്സേജ് അയച്ചത്? എന്തായാലും അച്ഛൻ്റെ വെള്ളിയാഴ്ച ടാസ്ക് ഏറ്റു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയൊന്നും ചെയ്യാനില്ല. നമ്പർ അങ്ങോട്ട് പൊട്ടിച്ച് കളയാ. അതന്നെ. അത് വേണ്ട, അവൾക്ക് എന്താ പറയാനുള്ളത് കേൾക്കാതെ. ഹലോ. ഹലോ, ആ, പറയൂ. എന്താ പേര്? ശാലിനി. ഹലോ, എന്ത് ചെയ്യുന്നു? ബിസിനസ്സാ. എവിടെ? ചെന്നൈ. ശാലിനി എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഹലോ. 5 വയസ്സായ മോളുള്ളവൾ ഡിഗ്രിക്ക് പഠിക്കണമെന്ന്. എന്ത് പറ്റി? ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു ടെൻഷൻ. എന്താ ടെൻഷൻ?
പറയണ്ട കേട്ടോ. ഏയ് അങ്ങനൊന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ. ഹലോ ഏട്ടാ, പറയേട്ടാ. ഞാൻ കുറേ നേരമായി വിളിക്കണു, ഭയങ്കര ബിസിയാണല്ലോ. അതെന്റെ ഫ്രണ്ട് നന്ദന വിളിച്ചതായിരുന്നു ഏട്ടാ. മോളെവിടെ? അവള് സ്കൂളിൽ പോയല്ലോ. എന്നാ ശരി, ഞാൻ വൈകിട്ട് വിളിക്കാം. സ്വന്തം കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി സ്വയം ഒരുക്കി തീരല്ലേ നമ്മൾ പ്രവാസികൾ. എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയത് നിന്റെ ജീവിതം നശിപ്പിക്കുമോ? ഒന്നുമില്ല ചായ, എന്തായാലും അവളുടെ മനസ്സറിഞ്ഞല്ലോ, അത് മതി. ടാസ്ക് തുടങ്ങിയ സ്ഥിതിക്ക് എവിടം വരെ എത്തുമെന്ന് നമുക്ക് കാണാം. എന്തായാലും ഈ ഫോണ് ഞാൻ കൊണ്ടുപോകാം. ഈ അച്ചാൻ്റെ ടാസ്ക് കാരണം അവൻ്റെ ജീവിതം കൊള്ളായില്ലേ? ഇങ്ങനെ ടാസ്കും മണ്ണാങ്കട്ടേ എന്താ ചായ അവരൊന്നും വരാത്തത്? അവരിഞ്ഞ് വരില്ലെന്നാ പറയണേ. എൻ്റെ കാര്യം ഓർത്തിട്ടാണോ? എന്നാ ഞാൻ തന്നെ വിളിക്കാം. എനിക്കറിയില്ല, ഞാൻ കാരണല്ലടാ നിനക്ക് ഈ ഗതി വന്നത്. എന്തട വൈകി? നമ്മളെല്ലാ ആഴ്ചയിലും കൂടാറുള്ളതല്ലേ, ഇതുവരെ തെറ്റിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യത്തിന് നിങ്ങൾ വിഷമിക്കണ എന്തിനാ? ഇതൊരു ടാസ്ക് അല്ലേ? ജയ, നമുക്ക് ആ നമ്പർ കളയാം. അതേടാ, അതാ നല്ലത്. ചിരിക്കണ മുഖാണെങ്കിലും മനസ്സോണ്ട് നീക്കറിയില്ലടാ. നീ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ, ഞാൻ പൊട്ടിച്ച് കളയട്ടെ. അത് പൊട്ടിച്ച് കളഞ്ഞാലും മനസ്സിൽ നിന്ന് പോവില്ലല്ലോ. ഒരു നേരം പോക്കായിട്ടാണ് ഞാൻ വിളിച്ചത്. സ്വന്തം ഭർത്താവിൻ്റെ ഫോൺ എടുക്കാൻ പോലും അവൾക്ക് നേരമില്ല. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ചത്. അതെനിക്ക് മറക്കാൻ പറ്റില്ല ചായ. എന്താണ് നീ പറയണത്? അവളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ അയച്ച 3 ലക്ഷം രൂപ ഇന്നലെ കണ്ട ഒരുത്തിന്, ഒരു രൂപം പോലും കാണാത്ത അവനെ അയച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് അവൾ പറഞ്ഞു. പിന്നെ ഞാനെന്താ ചെയ്യുക? മാത്രമല്ല അവൾ എൻ്റെ ഒപ്പം ഇറങ്ങി വരാമെന്നും പറഞ്ഞു. ഒന്ന് ഞാൻ തീരുമാനിച്ചു, അവളുടെ ആഗ്രഹം നടത്താൻ ഞാൻ നാട്ടിൽ പോവുക. ഞങ്ങൾ വിട്ട് നിനക്ക് പോകാൻ പറ്റൂടാ. പോണം, എന്നാലും എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടും. എൻ്റെ കൂടെ ഇറങ്ങി വരാൻ നിന്ന സ്ഥിതിക്ക് അവളെ സ്വീകരിക്കേണ്ട ചുമതല അജ്ഞാത കാമുകനായി എനിക്കല്ലേ. എൻ്റെ കഥ കേട്ട് കമ്പനി കൂടാതിരിക്കണ്ട, ഒന്നെടുത്ത് പൊട്ടിക്കടാ.
എൻ്റെ പൊന്നു ചേച്ചി, എത്ര ദിവസമായി പറയണു, ഒരു ദിവസമെങ്കിലും ഈ കുട്ടിയെ ഇത്തിരി നേരത്തെ ഒരുക്കിക്കൂടെ? കറക്റ്റ് സമയത്തേ പിള്ളേരെ കൊണ്ടുവിടാൻ പറ്റിയില്ലെങ്കിലേ അവരുടെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കണം. ഇങ്ങനെ പൂണിച്ചാലേ നാളെ തൊട്ട് നിങ്ങളുടെ കുട്ടീനെ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആദി, എവിടെയായിരുന്നു ഇത്ര നേരം? എനിക്ക് വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നറി, അതൊന്ന് വർക്കൗട്ട് ചെയ്യായിരുന്നു. ക്ഷമിക്ക്. പിന്നെ ഇവിടെ ശരിയാവില്ല, ഒരു പ്രൈവസി ഇല്ല. ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല. അല്ലെങ്കിൽ അഖിലേട്ടന് പ്രൈവസി അമ്മേ. ആ, എനിക്ക് പ്രൈവസി ഇത്തിരി കൂടുതലാണ്. നിന്റെ തന്തപ്പടിയും ടീംസൊക്കെ കറങ്ങി നിൽക്കണ സ്ഥലം അത്. ഇനി എങ്ങാനും ഒരു കണ്ണുണ്ടിട്ട് പെട്ട് കഴിഞ്ഞാൽ ആകെ സീനാവും. അത് പറയണേ, നമുക്കൊന്ന് കിടുമ്പോ അത് നല്ലത്. അത് ശരിയാ അഖിലേട്ടാ, സീനാക്കണ്ട, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം. ഓക്കെ അല്ലേ? നമുക്ക് അമ്മ 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 എന്താ ഇവിടെ? മാഡം, നിങ്ങളൊരു അമ്മയാണോ? ഞങ്ങൾ ഓട്ടോക്കാരെ ഓരോ കുട്ടിയെയും കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്നത് വരെ ഞങ്ങളുടെ ഉള്ളിൽ തീയാ. കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴേ വീട്ടിലാളില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? ഒറ്റയ്ക്ക് നിർത്തി പോരാനേ മനസ്സ് സമ്മതിച്ചില്ല. കൊച്ചു കുട്ടികളെ പോലും കടിച്ചു കീറുന്ന നാടാ നമ്മുടെ. ഈ അവസ്ഥയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ തോന്നുന്നു? ആരോട് പറയാ? സോറി, വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഇത്രയും നേരം എനിക്ക് വേണ്ടി കാത്തു നിന്നതിൽ എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു, ഇന്ന് നീ നിൻ്റെ ഭർത്താവിനെ മകളെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായി. നാളെ നീ എന്നെയും വിട്ടുപോകില്ലെന്ന് എന്താണ് ഉറപ്പ്? ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്ത എന്നെ എന്തിൻ്റെ ഉറപ്പിലാണ് നീ സ്നേഹിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു കണക്കിന് ഞാൻ തെറ്റുകാരനാണ്. എനിക്കൊരു ഭാര്യയും മകളും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നിന്നോട് മറച്ചു വെച്ചു. പക്ഷേ ഒടുവിൽ ഞാൻ എല്ലാ സത്യവും നിന്നോട് തുറന്നു പറഞ്ഞു. അപ്പോഴാണ് നീ നിനക്ക് ഭർത്താവും മകളുമുള്ള കാര്യം എന്നോട് പറഞ്ഞത്. അവർ വേദനിപ്പിച്ചുകൊണ്ടുള്ള സ്നേഹം എനിക്ക് വേണ്ടായിരുന്നു. അത് ശരിയാവില്ല. ഞാൻ പോവുക. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. അതിനു മുമ്പ് എന്നെ നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്ക്. എന്താ രതി, എന്നെ കണ്ടപ്പോൾ സന്തോഷമായില്ലേ? അല്ലെങ്കിലും ഞാനിങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു സർപ്രൈസ് നിനക്ക് ഞാൻ തരും അല്ലേ? അച്ഛാ, ആരാ? അതെന്റെ ഫ്രണ്ട് ശാലിനിയാ. എടുക്ക്. വേണ്ടേട്ടാ, പിന്നെ വിളിച്ചോളാം. അവക്ക് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി തന്നയച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നതാ. എടുത്തോ, കുറേ നേരമായില്ലേ വിളിക്കണത്. ഞാൻ നിന്റെ പിന്നിലുണ്ട്. എന്താ രതി, നിനക്ക് സന്തോഷമായില്ലേ?
മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം എന്നറിയാം. പക്ഷേ ആ ബന്ധത്തിൽ നിന്നാണ് ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങൾ ഉണ്ടാകുന്നതെന്നും എനിക്കറിയാം. ഒരു മനസ്സും ഒരു ശരീരമായി നമ്മൾ ഒന്നിച്ചു. പക്ഷെ ഇപ്പോൾ രണ്ട് മനസ്സും രണ്ട് ശരീരമായി നമ്മൾ അകലെയാണ്. കൂടുതലൊന്നും പറഞ്ഞ് നിൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയാം. എൻ്റെ മോള് പ്രായം പൂർത്തിയാകുമ്പോൾ എന്നോട് ചോദിക്കും, എന്താച്ചാ അമ്മയും അച്ഛനും ഒരു വീട്ടിൽ അകന്നു കഴിയുന്നതെന്ന്. അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം, നീയും ഞാനും എന്താണ് അകലാനുള്ള കാരണം. എന്താ അച്ഛാ അമ്മ വരാത്തെ? അമ്മ വരും.